ഹലോ എവരി വൺ. നമ്മുടെ +1 പ്രിപ്പറേഷൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തി നിൽക്കുമായിരിക്കും നിങ്ങളെല്ലാവരും. ഇനി വരാൻ വേണ്ടി പോകുന്ന +2. ഈ +2ലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റിൽ കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഫിസിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഒരു 9th ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ +1 പഠിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മോഷൻ അല്ലേ, നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ കൈനമാറ്റിക്സ് ഉൾപ്പെടുത്തിയ മെക്കാനിക്സ് എന്നുള്ളൊരു ബ്രാഞ്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിനുശേഷം നമ്മൾ നേരെ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, അതേപോലെ തെർമൽ, അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസും ഓസിലേഷൻ വേവ് എന്നുള്ളൊരു ചാപ്റ്ററും കൂടിയാണ് ശരിക്കും നമ്മൾ +1 പഠിച്ചു തീർത്തത്. അപ്പോൾ ഈ +1 നിന്ന് +2ലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നോക്കൺ ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് വെക്ടേഴ്സാണ്. അത് മോഷനെ പ്ലേ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ തുടക്കത്തിൽ പഠിച്ചിരിക്കുന്ന ഏറ്റവും ഈസികരമായ വളരെ രസകരമായുള്ള ടോപ്പിക്കാണ് വെക്ടേഴ്സ്. പക്ഷേ ഈ വെക്ടേഴ്സിൻ്റെ വളരെ ബേസിക്കായുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ റൂൾസ് അറിയാതെ ശരിക്കും നമുക്ക് +2 തൊടാൻ പോലും പറ്റില്ല എന്നാണ് ഇതിൻ്റെ റിയാലിറ്റി. +2 കിടക്കുന്ന സമയത്ത് നമ്മൾ എൻറ്റയർലി ഡിഫറൻറ്റാണ്. ചാർജ് വളരെ കണ്ണുപോലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കോൺസെപ്റ്റുകളിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. ചാർജിൻ്റെ ഫ്ലോ, ചാർജിന് ചുറ്റും ഉണ്ടാകുന്ന ഫീൽഡിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യകരമായി വരുന്ന സാധനം എന്ന് പറയുന്നത് വെക്ടർ അഡീഷൻ, വെക്ടർ സബ്ട്രാക്ഷൻ ലോസ് ആണ്. വെക്ടർ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചിരിക്കണം. ദാറ്റ് മീൻസ് ബാക്കി ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയി പഠിക്കരുത് എന്നല്ല, നിങ്ങൾ +2ലേക്ക് എത്തി നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ +2ലേക്ക് വരാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആവേണ്ടത് വെക്ടേഴ്സിലാണ്. ഈ വെക്ടർ എന്നുള്ള ചാപ്റ്ററാണ് ശരിക്കും +2ൽ നിങ്ങൾ കുറേ സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ കൈനമാറ്റിക് ഇക്വേഷൻസ്, പല ചോദ്യങ്ങൾ ചെയ്യാനും പല കോൺസെപ്റ്റുകളിലേക്കും കൈനമാറ്റിക് ഇക്വേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. +1ലെ ടോപ്പിക്സിൻ്റെ ഇമ്പോർട്ടൻസ്, ആ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നും അത് +2ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആവശ്യമുള്ള സാധനമാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഫിസിക്സ് എന്നുള്ളത് ചില ആളുകൾക്ക് കാൽക്കുലേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി +1ൽ നമുക്ക് പറ്റിയിരിക്കുന്ന ഈ മിസ്റ്റേക്സ് കാര്യങ്ങൾ, ഈ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്ലോ ആയി പോകുന്ന കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ എൻട്രൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വളരെ ഫാസ്റ്റ് ആക്കാനും അത് 1 മിനിറ്റിൽ നമുക്ക് ചെയ്യാനുമുള്ളൊരു കഴിവ് നമ്മൾ ബിൽഡ് ചെയ്തേ പറ്റുള്ളൂ. ഇത്രയായിട്ട് നിങ്ങളാരും എന്ത് ചെയ്യുന്നില്ല, ഒരു ടൈം പോലും വെക്കാതെ, ഒരു ടൈം സെറ്റ് ചെയ്യാതെ ക്വസ്റ്റ്യൻസുകൾ 1 മിനിറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നോക്കാതെ നിങ്ങൾ ഒരിക്കലും ഇനി എന്ത് ചെയ്യരുത്, ഒരു എൻട്രൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നു വരരുത്. കാരണം എൻട്രൻസ് എക്സാമിനേഷൻ പ്യുവർലി ബേസ്ഡ് ഓൺ ടൈം മാനേജ്മെൻ്റ് ആണ്. ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. +1ൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ച് ഓക്കെ, +1ൽ സാർ ഞാൻ ടൈം മാനേജ്മെൻറ്റോ കാര്യങ്ങളൊന്നും നോക്കില്ല. പക്ഷേ +2ലേക്ക് എത്തുന്ന സമയത്ത് ഇനി നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ടിയിരിക്കണം. കാരണം +2ൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് കൂടുതൽ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ കൂടുതൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യേണ്ടത്, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. എല്ലാം സമയം എന്നുള്ളൊരു പരിധിയിലായിരിക്കണം. അതെല്ലാം 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റണം. പക്ഷേ നിങ്ങളെല്ലാവരും പറയാൻ വേണ്ടി പോകുന്ന ഒരു എക്സ്ക്യൂസ് ഞാൻ ഇപ്പോഴേ പറയാം, സാർ +2ൽ എത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറേ റെക്കോർഡ് ചെയ്താണ്ട് സാർ. അതൊരു എക്സ്ക്യൂസ് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഈ +2ൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നീറ്റ് എൻട്രൻസ് എക്സാമുകൾ +2ന് ശേഷം തന്നെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ, ഈ പറഞ്ഞ ചാപ്റ്റേഴ്സുകളൊക്കെ മനസ്സിൽ ഉൾപ്പെടുത്തുക. അതൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസുകളും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വരാൻ വേണ്ടി പോകുന്ന +2നെ വരവേൽക്കാം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. താങ്ക് യു.